കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂം പ്ലാറ്റ്ഫോമുകളുടെ ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനോടനുബന്ധിച്ച് യൂട്യൂബിൽ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഹെസ്കേലിന്റെ പുസ്തകം 26-ാം അധ്യായമാണ് പഠിച്ചു നിർത്തിയത്. അതിനകത്ത് സോറിനെ കുറിച്ചുള്ള ഭാഗമാണ് പറയുന്നത്. 26-ാം അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ യഹോവയായ ദൈവത്തിന്റെ ന്യായവിധി ആ ജനത്തിന്റെ മേൽ, ആ പട്ടണത്തിന്റെ മേൽ വരുമ്പോൾ സോറിനോട് ചേർന്ന് കിടക്കുന്ന, സോറിന്റെ ആശ്രയിച്ച് ജീവിക്കുന്ന, സോറിന്റെ അധികാരത്തിന് കീഴിലുള്ള കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളും രാജ്യങ്ങളും ഉണ്ട്. അവിടെയുള്ള ജനങ്ങളും നേതാക്കന്മാരും ഇത് കണ്ടിട്ട് ഭയപ്പെടുന്നു. എന്നിട്ട് ഈ സോറിനെ കുറിച്ച് അവർ ഒരു വിലാപഗീതം പാടുന്നതായിട്ട് 26-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരങ്ങനെ സോറിനുണ്ടായ നാശത്തെക്കുറിച്ച് ഒരു വിലാപഗീതമായി അവർ പാടുന്നു. അങ്ങനെ ആശ്രയിച്ചിരുന്ന രാജ്യങ്ങൾ ആശ്രയമില്ലാത്തവരായി തീരുന്നു. സോർ ബാബിലോണുമായിട്ടുള്ള ബന്ധത്തിൽ സ്വയമേ ബാബിലോൺ സൈന്യം വന്നപ്പോൾ എതിർത്ത് നിൽക്കാതെ കീഴടങ്ങി. അങ്ങനെ സോറിനെ കുറിച്ചൊരു വിലാപഗീതം അവിടെ പാടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു, സോർ ഇനി ഒരിക്കലും ശക്തി പ്രാപിക്കുകയില്ല. പണ്ടത്തെ പോലെ ഇനി ഒരിക്കലും അതിനകത്തൊരു വ്യാപാരം നടക്കത്തില്ല. അതിനകത്ത് നഗരത്തിലൊരു വ്യക്തിയുടെ അവസ്ഥ പോലെ ഈ പട്ടണം ഇനി നിരാശാജനകമായി നിരാശയിലേക്ക് പോകും എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് സോറിന്റെ നാശത്തെക്കുറിച്ചുള്ള ചുറ്റുപാടുള്ള ജനത്തിന്റെ പ്രതികരണം, അവർ വിലാപഗീതങ്ങൾ പാടുന്നുണ്ട്. നമ്മൾ അടുത്ത അധ്യായങ്ങളിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, സോറിന്റെ ഭരണാധികാരിയെ പിശാചിനോട്, സാത്താനോട് സാമ്യപ്പെടുത്തി പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം വെച്ചാൽ നമുക്ക് ആ ഭാഗം പിന്നീട് പഠിക്കാം. അപ്പോൾ സോറിന്റെ ഭരണാധികാരിയെ ഒരു പ്രതീകാത്മകമായി, സാത്താന്റെ ഒരു പ്രതീകാത്മകമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അവിടെ മഹദീയ ബാബിലോണെ കുറിച്ച് പറയുന്നത്, ഇത് രണ്ട് നമ്മളെ ഒന്ന് കമ്പയർ വെച്ച് പഠിച്ചു നോക്കുമ്പോൾ രണ്ടും വ്യാപാരങ്ങളുടെ നഗരമാണ്, രണ്ടും അഹംഭാവം കൊണ്ട് നിറഞ്ഞതാണ്, രണ്ടിനും നാശം സംഭവിക്കുന്നതായി കാണുന്നു. മഹദീയ ബാബിലോണിന്റെ വീഴ്ചയെ കുറിച്ച് വളരെ സന്തോഷിച്ചു പറയുന്നുണ്ട്. അപ്പൊ മഹദീയ ബാബിലോണും അന്തിക്രിസ്തുവിന്റെ പ്രതീകമായിട്ടാണ് പറയുന്നത്. ഈ രണ്ട് ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ, അന്ധകാരത്തിന്റെ സാമ്രാജ്യ ശക്തികൾ, അതെല്ലാത്തിനും ഒരു അവസാനം വരുന്നൊരു കാലഘട്ടമുണ്ട്. അത് നമ്മളെ വ്യക്തമായി ഈ ഭാഗം പഠിപ്പിക്കുക. ഇരുട്ടിന്റെ സാമ്രാജ്യ ശക്തികൾ അഥവാ അന്ധകാരത്തിന്റെ സാമ്രാജ്യ ശക്തികൾ എത്രയെല്ലാം ഉയർത്തി പണിതുകൊണ്ട് വന്നാലും അതെല്ലാം ഒരു ദിവസം കൊണ്ട് അസ്തമിക്കും, അതെല്ലാം തകർന്നു പോകുമെന്ന് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ഒരു താൽക്കാലികമാണ്, അതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് ഈ സോറിലൂടെയുള്ള ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്കിനിയും 27-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 27-ാം അധ്യായം സോറിനെ കുറിച്ചുള്ള കുറെ കൂടെ ആധികാരികമാകുന്ന അതിൻ്റെതായിരിക്കുന്ന വസ്തുതകളെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഈ 27-ാം അധ്യായം
ഒരു പാട്ടിന്റെ രൂപത്തിലാണ് 27-ാം അധ്യായം പറഞ്ഞിരിക്കുന്നത്. ഒരു പാട്ടിന്റെ രൂപത്തിൽ. അതിനകത്ത് സോർ പട്ടണം ആര് പണിതു, എങ്ങനെ പണിതു, എന്താണ് അവിടെയുള്ള വ്യാപാരികൾ നേടിയെടുത്തത് എന്നൊക്കെ വളരെ വ്യക്തമായി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സോറിന്റെ ശത്രുക്കൾ നഗരം നശിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഫീലിങ്സ്, ദുഃഖത്തിന്റെ ഒരു ഫീലിങ്സ്, ആ നിലയിലാണ് ഈ അധ്യായത്തിലെ ഓരോ പദപ്രയോഗങ്ങളും നടത്തിയിരിക്കുന്നത്. ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് എന്തുമാത്രം വിഷമം തോന്നുമോ ആ ഒരു ദുഃഖകരമാകുന്ന വിധത്തിലാണ് 27-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്കിനി 27-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Chapter 27 verses 1 to 3. നീ സോറിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി സോറിനോട് പറയേണ്ടത്, തുറമുഖങ്ങളിൽ പാർക്കുന്നവളും ഏറിയ ദ്വീപുകളിലെ ജാതികളുടെ വ്യാപാരിയുമായുള്ളവരെ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോറേ, ഞാൻ പൂർണ്ണ സുന്ദരി ആയിരിക്കുന്നു എന്ന് നീ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഈ അധ്യായത്തിൽ നീ, നിന്റെ, നിങ്ങൾ എന്നൊക്കെ പറയുന്ന പദപ്രയോഗമാണ് ഈ ആരംഭത്തിൽ. അത് സോർ എന്ന നഗരത്തെ അർത്ഥമാക്കിയാണ്. അവിടെയുള്ള നിവാസികൾ സോർ എന്ന് പറയുന്ന പട്ടണത്തെ ആണ് അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ 26-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, 17-18 വാക്യങ്ങൾ കണ്ടു. സോർ നഗരത്തെ ശത്രുക്കൾ പൂർണ്ണമായും നശിപ്പിക്കും. ആ ഒരു അനുഭവത്തിലേക്ക് നീങ്ങിയപ്പോൾ ചുറ്റുപാടുമുള്ള അയൽ രാജ്യങ്ങൾ വിലാപഗാനങ്ങൾ ആലപിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 26-ാം അധ്യായത്തിന്റെ 17-18 വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നഗരം നശിച്ചതുപോലെ, മരിച്ചതുപോലെയാണ് ഒരു മരണപ്പാട്ട്, ഒരു വിലാപ കീർത്തനം. ഒരു വ്യക്തി മരിക്കുമ്പോൾ എങ്ങനെയാണോ വിലപിച്ച് കരയുന്നത്, അതുപോലെയാണ് ഈ സോർ എന്ന് പറയുന്ന പട്ടണം നശിപ്പിച്ചപ്പോൾ അവർ വിലാപ കീർത്തനം പാടുന്നത് എന്നാണ് നമുക്ക് ആ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ അധ്യായത്തിന്റെ ആരംഭം, 27-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ വരുമ്പോൾ യെഹെസ്കേലിനോട് പറയുന്നു, നീ ഒരു വിലാപഗാനം പാടണം. 26-ാം അധ്യായത്തിൽ അയൽ രാജ്യങ്ങളാണ് വിലാപഗീതം പാടുന്നത്. 27-ാം അധ്യായത്തിൽ വരുമ്പോൾ യഹോവയായ ദൈവം യെഹെസ്കേലിനോട് പറയുന്നു, നീ സോറിനെ കുറിച്ച് ഒരു വിലാപം പാടണം. പുരാതനമാകുന്ന സോറിനെതിരായിട്ടുള്ള ന്യായവിധിയെ കുറിച്ചുള്ള പാട്ടുകളുടെയും പ്രവചനങ്ങളുടെയും ഒരു പരമ്പരയാണ് ഈ 27-ാം അധ്യായത്തിൽ മൊത്തം കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് മൊത്തം നമുക്ക് കാണാൻ കഴിയുന്നത് സോർ നഗരത്തിന്റെ മഹത്വം, ആ നഗരത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അഥവാ ആർക്കിടെക്ചറൽ ബ്യൂട്ടി. ആർക്കിടെക്ചറൽ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ ലൊക്കേഷൻ, അതിന്റെ സിറ്റുവേഷൻ, ആ പട്ടണം ഇരിക്കുന്ന ഇരിപ്പ്, മലയാളത്തിൽ പറഞ്ഞാൽ വാസ്തുവിദ്യാ ഭംഗി എന്ന് പറയും. ആ വസ്തുവിന്റെ ഇരിപ്പ് നമുക്കൊക്കെ അറിയാം. ആളുകൾ പറയും ആ വസ്തുവിന്റെ ഇരിപ്പ് നല്ലൊരു ഇരിപ്പാന്ന് പറയും. അപ്പൊ ആ നിലയിലുള്ള ഒരു സിറ്റുവേഷൻ, ആ നിലയിലുള്ള ലൊക്കേഷൻ ആയിരുന്നു നമ്മുടെ സോർ പട്ടണത്തിന്റെ ലൊക്കേഷൻ. അതിന് സൈനിക ശക്തിയും
അതിവിപുലമാകുന്ന പ്രതിരോധ ശക്തികളും വിപുലമാകുന്ന വാണിജ്യ ബന്ധങ്ങളും എന്നിവയെല്ലാം ചിത്രീകരിക്കുന്ന ഒരു വിലാപ ഗാനമാണ് 27-ാം അധ്യായത്തിൽ കാണുന്നത്. ഇവിടെ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിച്ച് സോറിനെ കുറിച്ച് വിലാപം തുടങ്ങണം. യെഹെസ്കേൽ കൊടുക്കുന്ന ആലോചനയാണ്. നമുക്ക് 3-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ തുറമുഖങ്ങളിൽ പാർക്കുന്നവളും ഏറിയ ദ്വീപുകളെ ജാതികളുടെ വ്യാപാരിയും ആയുള്ളവേ എന്ന് പറഞ്ഞാണ് അഭിസംബോധന ചെയ്യുന്നത്. തുറമുഖങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നിങ്ങൾ. എസെക്കിയേലിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിന്റെ വടക്കുള്ള ഫൊയ്നീഷ്യക്കാരുടെ ഒരു പ്രശസ്തമാകുന്ന ഒരു വാണിജ്യ കേന്ദ്രമാണ് സോർ. സോറ് സമുദ്രങ്ങളുടെ അധിപതിയായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ സമുദ്രങ്ങളുടെ പ്രവേശന കവാടങ്ങൾ സോർ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെ പറയുന്നു, തുറമുഖങ്ങളുടെ ഇടയിൽ തുറമുഖങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നിങ്ങൾ. ഇതിന്റെ സാധാരണഗതിയിൽ അർത്ഥം തുറമുഖങ്ങളിൽ വസിക്കുന്ന, തുറമുഖത്തിരിക്കുന്ന എന്നൊക്കെയാണ് അർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ എബ്രായ ഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന വാക്ക് യാസാബ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗം. അതൊരു വെർബാണ്. അതുകൊണ്ട് വേദപണ്ഡിതന്മാർ പലരും പറയപ്പെടുന്നത് അതിന്റെ അർത്ഥം സോർ ഈ തുറമുഖത്തെ അധികാരിയായി, തുറമുഖത്തിന്റെ അധികാരിയായി, തുറമുഖത്തിന്റെ ഒരു ഭരണാധികാരിയായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ആ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പൂർണ്ണ സുന്ദരിയാകുന്നു എന്ന് നീ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്, സോറിനെതിരെ ദൈവം ഈ വിധി പുറപ്പെടുവിക്കാൻ ഉണ്ടാകുന്ന ഒരു കാര്യം, അതിലെ നിവാസികൾ അവരുടെ പട്ടണത്തെ, നഗരത്തെ ഓർത്ത് പ്രൗഢായിട്ട് കാണുകയും സംസാരിക്കുകയും ആ നിലയിൽ അവർ അതിനെ കണ്ടിരുന്നു. ഒരു അഹംഭാവ മനോഭാവത്തോടെ ഒക്കെ ആയിരുന്നു. ഞങ്ങൾ സോറുകാരാണ്, സോർ പട്ടണം എന്നൊക്കെ പറയുന്ന നിലയിൽ അവരതിനെ കണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞത്, ഞാൻ പൂർണ്ണ സുന്ദരിയാകുന്നു എന്ന് നീ പറഞ്ഞിരിക്കുന്നു. 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗം പറഞ്ഞിരിക്കുന്നു. അപ്പൊ തന്നെത്താൻ സ്വയം പ്രശംസ, സ്വയം പുകഴ്ച, തന്നെത്താൻ മതിമറന്ന് അഹങ്കരിക്കുന്ന ഒരു പദപ്രയോഗമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. നമുക്കിനി നേരെ 4-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 4-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ വായിച്ചു. നിന്റെ രാജ്യം സമുദ്രമധ്യേ ഇരിക്കുന്നു, നിന്നെ പണിതവർ നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കിയിരിക്കുന്നു. സെനീരിലെ സരളമരം കൊണ്ട് അവർ നിന്റെ പാർശ്വമൊക്കെയും പണിതു. നിനക്ക് പാമരം ഉണ്ടാക്കേണ്ടതിന് അവർ ലെബനോനിൽ നിന്ന് ദേവദാരുക്കളെ കൊണ്ടുവന്നു. ബാഷാനിലെ കരിവേലകം കൊണ്ട് അവർ നിന്റെ തണ്ടുകളെ ഉണ്ടാക്കി. കിത്തീം ദ്വീപുകളിൽ നിന്നുള്ള പുന്നമരത്തിൽ ആനക്കൊമ്പ് നിനക്ക് തട്ടുണ്ടാക്കിയിരിക്കുന്നു. നിനക്ക് കൊടിയായിരിക്കേണ്ടതിന് നിന്റെ കപ്പൽ പായ് മിസ്രൈമിൽ നിന്നുള്ള വിചിത്ര ക്ഷണപടം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. ഏലീശ ദ്വീപുകളിൽ നിന്നുള്ള
ധൂമ്രപടവും രക്താംബരവും നിന്റെ വിധാനമായിരുന്നു. സീദോനിലെയും സർവാദിയിലെയും നിവാസികൾ നിന്റെ തണ്ടലന്മാരായിരുന്നു. സോരെ, നിന്നിലുണ്ടായിരുന്ന ജ്ഞാനികൾ നിന്റെ മാലൂമികളായിരുന്നു. ഗബയിലെ മൂപ്പന്മാരും അതിലെ ജ്ഞാനികളും നിന്റെ ഒരായ പണിക്കാരായിരുന്നു. സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും അവയുടെ കപ്പൽക്കാരും നിന്റെ കച്ചവടം നടത്തേണ്ടതിന് നിന്നിലുണ്ടായിരുന്നു. പാർസികളും ലൂദ്യരും പൂത്യരും യോദ്ധാക്കളായി നിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അവർ പരിചയും തലക്കോരികയും നിന്നിൽ തൂക്കി നിനക്ക് ഭംഗി പിടിപ്പിച്ചു. അർവാദ്യർ നിന്റെ സൈന്യത്തോട് കൂടെ ചുറ്റും നിന്റെ മതിലുകളിന്മേലും ഗമ്മാദ്യർ നിന്റെ ഗോപുരങ്ങളിലും ഉണ്ടായിരുന്നു. അവർ നിന്റെ മതിലുകളിന്മേൽ ചുറ്റും പരിച തൂക്കി നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കി. ഓക്കെ, നമുക്ക് 4-ാമത്തെ വാക്യം മുതൽ അങ്ങോട്ട് നമുക്ക് ചിന്തിക്കാം. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ രാജ്യം സമുദ്രത്തിന്റെ മധ്യേ ഇരിക്കുന്നു. സോർ കടലിന്റെ അടുക്കലിരിക്കുന്നു, വസിക്കുന്നു. കടലിന്റെ പ്രവേശന കവാടങ്ങൾ സോറിലാണ്. നമ്മൾ നേരത്തെ പഠിപ്പിച്ചു, 2 തുറമുഖ പട്ടണം അവർക്കുണ്ട്. 2 തുറമുഖം, ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ളതും മറ്റൊന്ന് സമുദ്രത്തിനകത്ത് ദ്വീപിന്റെ അകത്ത് പണിതുയർത്തിയതുമായ 2 പോർട്ട്. 2ഉം സോറിന്റെ അധികാരത്തിൽ. അതുകൊണ്ട് ഈ 2 തുറമുഖ പട്ടണങ്ങളാകിയാൽ ഇത് രണ്ടും കപ്പലുകൾ കയറുകയും പുറപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവേശന കവാടമായി ഇത് 2 മാറ്റപ്പെട്ടു. ഈ മെഡിറ്ററേനിയൻ കടലിൽ സോറിന്റെ സ്ഥാനം ഒരു നല്ല സ്ഥാനത്തായിരുന്നു. ഞാൻ ആദ്യത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു നല്ല ലൊക്കേഷൻ ആകിയാൽ ഏഷ്യയിലുള്ള സകല കപ്പലുകൾക്കും ഇവിടെ വരാം, ഇവിടെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ നിന്നും ഏഷ്യയിലെ എല്ലാ ഭാഗത്തേക്കും സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാം. ഇവിടുന്ന് കപ്പലുകൾക്ക് എല്ലാ ഭാഗത്തേക്കും. ആ നിലയിൽ വ്യാപാരം നടക്കുന്ന പോർട്ടായിരുന്നു, നഗരമായിരുന്നു ഈ സോർ എന്ന് പറയുന്ന പട്ടണം. അതുകൊണ്ടാണ് പറഞ്ഞത് നീ കടലിന് നടുവിൽ വസിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. അവരുടെ വരുമാന മാർഗമെല്ലാം കടലാണ്. സകല കപ്പലുകൾക്ക് ഒരു പ്രവേശന കവാടമായി മാറി. ഏഷ്യയിലുള്ള സകല കപ്പലുകൾ ഇവിടെ വരുന്നു. ഇവിടെ നിന്നും ഏഷ്യയിലെ എല്ലാ ഭാഗത്തേക്കും കപ്പലുകൾ പോകുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമായി അത് മാറ്റപ്പെട്ടു. വ്യാപാരം നിമിത്തം സോർ ഒരു പ്രാധാന്യതയുള്ള പട്ടണമായി മാറ്റപ്പെട്ടു. അതിനെ കടലുകളെ ഭരിക്കുന്നതായി തോന്നി. കാരണം അവരുടെ അധികാരത്തിന് കീഴിലാക്കി. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളുമായി ഇവർ വ്യാപാരം നടത്തി. ഈ സൗന്ദര്യത്തെയും അതിന്റെ മഹത്വത്തെയും കുറിച്ചുള്ള വിശദീകരണത്തിൽ യെഹെസ്കേൽ ഈ അധ്യായത്തിന്റെ 4 മുതൽ ഉള്ള വാക്യങ്ങൾ സോറിനെ ഒരു മനോഹരമാകുന്ന കപ്പലിനോട് സാമ്യപ്പെടുത്തിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ വിലാപ കീർത്തനം യെഹെസ്കേൽ പാടുമ്പോൾ സോറിനെ ഒരു മനോഹരമാകുന്ന, നന്നായി പണിതുയർത്തിയ, നല്ല മനോഹരമാകുന്ന ഒരു കപ്പലിനോട് സാമ്യപ്പെടുത്തിയാണ് ഈ 4-ാമത്തെ വാക്യം മുതൽ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. അത് മനോഹരമായി നിർമ്മിച്ച് വളരെ ഉടനീളം നന്നായി സജ്ജീകരിച്ചിരിക്കുന്നതൊക്കെയാണ്. എന്നാൽ നമ്മൾ 27-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ നിന്ന് വായിച്ചു. 26-ാമത്തെ വാക്യം, 27-ന്റെ 26. നിന്റെ
തണ്ടേലന്മാർ നിന്നെ പുറംകടലിലേക്ക് കൊണ്ടുപോയി കിഴക്കൻ കാറ്റ് സമുദ്രമധ്യേ വെച്ച് നിന്നെ ഉടച്ചു കളഞ്ഞു. ഓക്കെ, അവിടെ വായിക്കുന്നു, കിഴക്കൻ കാറ്റ് കൊണ്ട് സമുദ്രമധ്യ വെച്ച് നിന്നെ ഉടച്ചു കളഞ്ഞു. ഈ 4-ാം വാക്യം മുതൽ സോറിനെ മനോഹരമാകുന്ന ഒരു കപ്പലിനോട് സാമ്യപ്പെടുത്തി പറഞ്ഞങ്ങോട്ട് വർണ്ണിച്ചങ്ങോട്ട് വന്നിട്ട് 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്ന പുറംകടലിലേക്ക് പോയി, ആഴത്തിലേക്ക് പോയി, കിഴക്കൻ കാറ്റടിച്ച് അതിനെ ഉടച്ചു കളഞ്ഞു. അതിന്റെ തകർച്ചയെ കുറിച്ചാണ് ആ ഭാഗത്ത് പറയുന്നത്. കിഴക്കൻ കാറ്റിനാൽ തകർന്ന കപ്പൽ തകർച്ചയായി. അത് സോറിന്റെ തകർച്ചയാണ് ആ കപ്പലിന്റെ തകർച്ച കാണിക്കുന്നത്. ഈ ഗാനത്തിൽ യെഹെസ്കേൽ സോറിനെ കപ്പലിനോട് സാമ്യപ്പെടുത്തി ഞാൻ പറഞ്ഞല്ലോ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കവി ഗംഭീരമാകുന്ന ഒരു കപ്പലിനെ വർണ്ണിക്കുന്ന പോലെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഈ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവലോകനം ചെയ്താൽ നമുക്കതിനെ 3 പാർട്ടായിട്ട് തിരിക്കാൻ കഴിയും. അത് സോറിന്റെ മഹത്വത്തിന്റെ 3 ഡൈമെൻഷൻസ് ആണ്, 3 തലങ്ങളാണ്. 27-ാം അധ്യായത്തിന്റെ 4 മുതൽ 11 വാക്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ 4 ഡൈമെൻഷൻസ്, 4 തലങ്ങളെ നമുക്ക് കാണാൻ, 3 തലങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, അതിൽ 27-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ ആ പട്ടണത്തിന്റെ പണിയെ കുറിച്ചാണ് പറഞ്ഞത്. എന്റെ 7-ാമത്തെ വാക്യം ആ പട്ടണത്തിന്റെ ആകർഷണമായ അലങ്കാരത്തെ കുറിച്ച് പറഞ്ഞു. 8 മുതൽ 11 വാക്യങ്ങൾ ആ പട്ടണം നയിക്കുന്ന ഉന്നതന്മാരാകുന്ന, ശ്രേഷ്ഠന്മാരാകുന്ന ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച്, പൈലറ്റ്, ക്യാപ്റ്റൻ തുടങ്ങിയവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ വിവരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യെഹെസ്കേൽ പ്രവാചകന്റെ വീക്ഷണത്തിൽ, അവന്റെ പോയിന്റ് ഓഫ് വ്യൂവില് അവന് ശ്രദ്ധേയമായ കാര്യമാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ഭൂമിശാസ്ത്രവും നാവികാപരവുമായുള്ള ഒരു അവബോധത്തെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് പ്രതിഫലിക്കുന്നതായി കാണാൻ കഴിയുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയപ്പെടുന്നത്. യെഹെസ്കേലിന് കിട്ടിയ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് യെഹെസ്കേൽ ഈ പട്ടണത്തെ കാണുമ്പോൾ അതിന്റെ ഭൂമിശാസ്ത്രപരമാകുന്ന വളർച്ച, അതിന്റെ നാവികപരമാകുന്ന അതിന്റെ പ്രവർത്തനം, ഇവയെക്കുറിച്ചുള്ള അവബോധത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ ഭാഗത്തുനിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി കപ്പലിന്റെ പ്രവർത്തനത്തിലേക്ക്, അതിന്റെ പണിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. കപ്പലിന്റെ നിർമ്മാണം കഴിയുന്നത്ര മികച്ച നിലയിലാണ് പണിതേക്കുന്നത്. അവിടെ പറയുന്നല്ലോ, നിന്നെ പണിതവർ നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇനി 5-ാമത്തെ വാക്യത്തിലേക്ക് വരും പറയുന്നുണ്ട്, അതെങ്ങനെ, എന്തുകൊണ്ട് പണിതു എന്ന് പറയുന്നു. കപ്പൽ നിർമ്മാണം കഴിയുന്നത്ര മികച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ മികച്ച മെറ്റീരിയൽ കൊണ്ടാണ് കപ്പൽ പണിതതായിട്ടാണ് കാണുന്നത്. ആ വാക്യങ്ങൾ ഓരോന്നും വായിച്ചു വിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജനറലായി പറഞ്ഞു പോകാം. ഒന്ന്, ആ കപ്പൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ മരം ഹെർമോനിയ പർവ്വതങ്ങളിൽ ഉണ്ടായിരുന്ന മരമാണ്. ആ കപ്പലുകൾക്ക് തണ്ടുകൾ ഉണ്ടായിരുന്നു. ആ തണ്ടുകൾ ലെബാനോനിലുള്ള പർവ്വത നിരയിലുള്ള ഉയരമുള്ള ദേവദാരു കൊണ്ടാണ് പണിതത്. ഇതെല്ലാം എടുത്ത് കാണിക്കുന്നത് സോറിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച
നിർമ്മാണത്തെക്കുറിച്ചുള്ള കാര്യമായത്. ഒരു ആലങ്കാരിക ഭാഷയിലാണ് ഈ കപ്പലോട് സാമ്യപ്പെടുത്തി പറയുന്നത്. ഈ സോർ എന്ന് പറയുന്നത് ആധുനിക ഭാഷയിൽ, ആധുനിക ലോകത്തിൽ ലെബാനോന്റെ ലൊക്കേഷനാണ് സോർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മരങ്ങൾ ലഭിക്കുന്ന ഹെർമോൻ, ലബാനോൻ, ഈ ഭാഗങ്ങളെ തടി കൊണ്ടാണ് ഈ കപ്പൽ പണിതിരിക്കുന്നത്. ഇനിയും അതിന് തുഴകൾ, തുഴയാനുള്ള തുഴകൾ ശക്തമാകുന്ന ഓക്ക് മരങ്ങളിൽ നിന്ന്, കരിവേലകത്തിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കടലിന്റെ കിഴക്കുള്ള ഗാലിലി എന്നറിയപ്പെടുന്ന ഒരു ജില്ലയാണ് ബാഷാൻ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ തുഴകൾ, തുഴയാനുള്ളതായ കരിവേലകത്തിന്റെ മരങ്ങൾ കൊണ്ട്, തടികൾ കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന്, ബാഷാനിൽ നിന്ന്. സൈപ്രസ് അഥവാ കുപ്രോസ് ദ്വീപിൽ നിന്ന് മറ്റുമാണ് അതിൽ നിന്ന് അവിടുന്ന് കൊണ്ടുവന്ന ആനക്കൊമ്പും മറ്റൊരു വൃക്ഷം കൂടെ, ഒരു തടി കൂടി ചേർത്ത് വെച്ചാണ് അതിന്റെ തട്ടുകൾ പണിത്. ഇനിയും ആ കപ്പലിന് ഉപയോഗിച്ചിരിക്കുന്ന പതാകയും മറ്റും, അതിന്റെ കൊടി ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന ലിനനാണ്. ഈ ആ കൊടിക്ക് വളരെ വർണ്ണശബളമാകുന്ന നിറങ്ങളാൽ എംബ്രോയിഡറി ചെയ്ത കൊടിയായിരുന്നു. മറ്റൊന്ന്, ആ കപ്പലിന്റെ ആവരണങ്ങൾക്ക് 2 ഷെയ്ഡ് ഉണ്ടായിരുന്നു പറയും. ഇത് രണ്ടും ഏലീശ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കൊണ്ടുവന്ന ധൂമ്രനൂൽ, രക്താംബരം, അതുകൊണ്ട് ഉപയോഗിച്ചാണ് അതിന് ആവരണങ്ങൾ ഉണ്ടാക്കിയത്. ഏലീശ എന്ന് പറയുന്ന സ്ഥലമാണ്. പഴയ നമുക്കറിയാം ഒരു പ്രവാചകനുണ്ട് ഏലീശ, അതല്ല ഇത്. ആരും തെറ്റിദ്ധരിക്കപ്പെടില്ല. ഏലീശ വാസ്തവത്തിൽ ഏത് സ്ഥലമാണെന്നെ കുറിച്ച് വ്യക്തമായൊരു അറിവില്ല. എങ്കിലും വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ കുപ്രോസിലെ അലസിയ എന്ന ഒരു സ്ഥലമുണ്ട്. ഇത് സിറിയയിൽ നിന്നുള്ളതായ ഒരു സ്ഥലമായിരിക്കാം എന്നറിയും. എന്നാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ജെനസിസ് ചാപ്റ്റർ 10 verse 4. പത്തിന്റെ 4. കേൾക്കുന്നില്ല. നാസ്, റീഫ, തൊഗർമ, യാവാന്റെ പുത്രന്മാർ എലീശ, തർശീഷ്, കിത്തീം, ദോദാനീം. മതി. അതാണ് 10-ന്റെ 4. ഒന്ന് ദിനവൃത്താന്തം 1:7 വായിച്ച്. ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 1 verse 7. യാവാന്റെ പുത്രന്മാർ എലീശ, തർശീഷ്, കിത്തീം, ദോദാനീം. അപ്പൊ അവിടെ ഈ 2 ഭാഗത്തും ജാവാൻ അഥവാ അയോണിയുടെ പുത്രന്മാരിൽ ഏലീശ എന്ന പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ പറഞ്ഞ പക്ഷെങ്കിൽ അതൊരു ട്രൈബ് ആയിരിക്കാം, ഒരു ഗോത്രമായിരിക്കാം. അപ്പൊ ആ ഗോത്രങ്ങൾ അധിവസിക്കുന്ന സ്ഥലമായിരിക്കാം ഏലീശ എന്ന് പറയപ്പെടുന്നവരുണ്ട്. മറ്റു ചിലർ പറഞ്ഞത് ഇത് ഏഷ്യ മൈനറിലുള്ള ഒരു ഭാഗമാണെന്നും അവിടെ മ്യൂറക്സ് എന്ന് പറയുന്ന പ്രസിദ്ധമാകുന്ന പർപ്പിൾ ഡൈ അവിടെ ധാരാളമായി ലഭിച്ചിരുന്നു എന്നും ചില ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും അതും ഒരു സ്ഥലമായിരുന്നു, പ്രധാനപ്പെട്ട ഒരു സ്ഥലമല്ല. അവിടെ നിന്നാണ് അതിനാവശ്യമാകുന്ന ഷെയ്ഡിനുള്ളതായ അതിന്റെ ഷെയ്ഡിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് അവിടെ നിന്നാണ്. ഇത്രയുമാണ് ആ കപ്പൽ നിർമ്മാണത്തിൽ ഉപയോഗിച്ച സാധനങ്ങൾ കൊണ്ടുവന്നത്. ഹെർമോൻ പർവ്വതത്തിൽ നിന്ന്, ലെബാനോനിൽ നിന്ന്, ബാഷാനിൽ നിന്ന്, മറ്റ് കുപ്രോസ് ദ്വീപിൽ നിന്ന്,
ഈജിപ്തിൽ നിന്ന്, മറ്റൊന്ന് എലീശ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. ഇതെല്ലാം ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഈ പറയപ്പെട്ട സാധനങ്ങൾക്ക് ഏറ്റവും അധികം പ്രാധാന്യതയുള്ളതും വിലപിടിപ്പുള്ളതുമായ സാധനങ്ങൾ ലഭിച്ചിരുന്ന സ്ഥലങ്ങളാണ് ആ കാലഘട്ടത്തിലെ സ്ഥലങ്ങൾ. അങ്ങനെയെങ്കിൽ ഇവിടെ ഇത് പറയാനുള്ള കാരണം, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ സോർ എന്ന് പറയുന്നത് ഒരു കൊച്ചു പട്ടണമൊന്നും അല്ല. അതിൻ്റെതായിരിക്കുന്ന ഭംഗിയെ വെളിപ്പെടുത്തുന്ന, അതിൻ്റെ അത് പണിതുയർത്തിയ വിധത്തെ കുറിച്ച് കാണിക്കുവാനാണ് ഈ എക്സ്പ്ലനേഷൻ മൊത്തം കൊടുത്തിരിക്കുന്നത്. നമുക്കിനി 8ാമത്തെ വാക്യത്തിലേക്ക് പോകാം. വായിച്ചേ. സീദോനിലെയും സർവാദിലെയും നിവാസികൾ നിന്റെ തണ്ടേലന്മാരായിരുന്നു. സോരെ ഓക്കെ, നിന്നിലുണ്ടായിരുന്ന സോരെ സീദോ ജ്ഞാനികൾ നിന്റെ മാലൂമികളായിരുന്നു. ഓക്കെ, അത് സീദോനിലെയും സർവാദിയിലെയും നിവാസികൾ നിന്റെ തണ്ടേലന്മാരായെന്ന് പറഞ്ഞാൽ അത് തുഴയുന്നവരായിരുന്നു, കപ്പൽ തുഴയുന്നവരായിരുന്നു. അപ്പൊ ഈ അവരെ എടുത്തു പറയുന്നത് ഈ 2 പ്രദേശങ്ങളിലെ ആളുകളായിരുന്നു അതിന് തുഴച്ചെന്ന് പറയാം. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നല്ല പ്രാവീണ്യം നേടിയ, ഇതിനു വേണ്ടി കഴിവ് ലഭിച്ച, അല്ലെങ്കിൽ അതിനൊരു ട്രെയിനിങ് ലഭിച്ച ആളുകളായിരിക്കാം ഒരുപക്ഷെ ആ സ്ഥലത്തെ ആളുകൾ. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: മെഡിറ്ററേനിയൻ കടലിൽ വ്യാപാര കപ്പലുകൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ വലിയ തോതിലുള്ള തുഴച്ചിൽക്കാർ അവർക്ക് വേണമായിരുന്നു, തുഴയുന്നവരാവശ്യമായിരുന്നു. കാരണം വലിയ കപ്പലുകളാണ്. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിൽ ചലിക്കണമെങ്കിൽ ആ നിലയിൽ തുഴയുന്നവർ വേണം. നമുക്കറിയാമല്ലോ, കപ്പൽ ആ കാലഘട്ടത്തിൽ തുഴയുന്ന കപ്പലുകളല്ലേ. അപ്പൊ അത് നിയന്ത്രിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ അത് അർത്ഥമാക്കുന്നത്, സോർ എന്ന് പറയുന്ന ആ വലിയ പട്ടണം, നഗരം, അത് നിയന്ത്രിച്ചിരുന്നത് സാധാരണക്കാരല്ല, നന്നായി കഴിവുള്ളവർ തന്നെയായിരുന്നു അത് നിയന്ത്രിച്ചിരുന്നത് എന്ന് വ്യക്തമായി കാണാൻ. ഇനിയും അത് താഴോട്ട് വരുമ്പോൾ സോറിന്റെ കപ്പൽ ശക്തമാണ്. അതിന്റെ പണി നമ്മൾ കണ്ടു, ശക്തമേറിയ. 2, മനോഹരമാണ്. ഇനി മറ്റൊന്ന്, അതിലെ ജോലിക്കാർ, സങ്കല്പിക്കാവുന്ന ഏറ്റവും മികച്ച ജോലിക്കാർ, തണ്ടേലന്മാരെ, തുഴയുന്നവർ, അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത ശക്തന്മാരായിരിക്കുന്ന ആളുകൾ. നമ്മുടെ നാട്ടിലും ചില പ്രത്യേക പണികളൊക്കെ എല്ലാവരും കൂടി ചെയ്യാനൊക്കത്തില്ല. അതിന് പ്രത്യേകമായി നമ്മൾ മറ്റ് പലയിടങ്ങളും ആളുകളെ ഇറക്കുമതി ചെയ്ത് ആളുകൾ വേല ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും. അപ്പൊ അവരതിനു വേണ്ടി കഴിവുള്ളവരാണ്, അത് തെളിയിച്ചവരാണ്, ആ നിലയിൽ പ്രാവീണ്യം നേടിയവരാണ്. ഇവിടെ വായിക്കുന്നു 8ാമത്തെ വാക്യത്തിൽ, ജ്ഞാനികൾ, സോരെ നിന്നിലുണ്ടായിരുന്ന ജ്ഞാനികൾ നിന്റെ മാലൂമികളായിരുന്നു എന്ന് പറഞ്ഞാൽ, നിന്നിലുണ്ടായിരുന്ന ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ നിന്നെ ഭരിച്ചിരുന്നവർ, ക്യാപ്റ്റന്മാർ, അതിന്റെ പൈലറ്റ്, ബുദ്ധിയില്ലാത്തതോ അക്ഷരാഭ്യാസമില്ലാത്തതോ ഒന്നുമല്ലായിരുന്നു, ഭയങ്കര ജ്ഞാനികളായിരുന്നു. സോർ പട്ടണത്തെ നിയന്ത്രിച്ച ക്യാപ്റ്റന്മാർ, പൈലറ്റന്മാർ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരുന്നവർ ഭയങ്കര ബുദ്ധിശാലികൾ, ജ്ഞാനികളായിരുന്നു. അതാണ് കാണിക്കുന്നത്. ഇനിയും അതിന് 10ാമത്തെ വാക്യം വായിച്ച്. യോദ്ധാക്കളായി നിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അവർ പരിചയം തലക്കോരിയും നിന്നിൽ തൂക്കി നിനക്ക് ഭംഗി പിടിപ്പിച്ചു. ഓക്കെ, അവിടെ വായിക്കുന്നു, നിന്റെ പട്ടാളക്കാർ അവർ എവിടെ നിന്നുള്ളവരെ? പേർഷ്യയിൽ നിന്ന്,
ലിബിയയിൽ നിന്ന് അവിടുന്നുള്ളവരെയാണ് ഇവിടുത്തെ സൈന്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നോക്കണം, തുഴയുന്നവർ ഒരു പ്രത്യേക ഗ്രൂപ്പ്, അവരെ നിയന്ത്രിച്ചിരുന്ന പൈലറ്റും ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഭയങ്കര ജ്ഞാനികൾ, പട്ടാളക്കാരെന്ന് പറയുമ്പോൾ, സൈന്യങ്ങൾ എന്ന് പറയുമ്പോൾ നന്നായി ഉള്ള പേർഷ്യക്കാർ, മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൽപ്പെട്ടവർ, ലുദിയക്കാർ, ലിബിയ എന്നിവിടങ്ങളിലുള്ളവരായിരുന്നു അതിനകത്തെ സൈന്യം. 10 വായിക്കുന്നു അർവാദ്യർ. അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ അത് ഒരു നാവിക സേനയിലേക്കാണ് നീങ്ങുന്നത്. അത് കനാൻ കുടുംബത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ വാക്യത്തിൽ ആ പേര് പരാമർശിക്കുന്നു. അതുകൊണ്ട് ആ ഒരു ഗ്രൂപ്പാന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫൊയ്നീഷ്യയിലെ നഗരങ്ങളാകുന്ന സീദോനും അർവാദ്യരും തുഴയുന്നവരെ സജ്ജരാക്കിയിരുന്നു. എന്നാൽ സോർ അതിലും മികച്ച നിലയിൽ അവരുടെ കാര്യങ്ങൾ തുഴയുവാൻ, നിയന്ത്രിക്കുവാൻ നല്ല ജ്ഞാനികളാകുന്ന ക്യാപ്റ്റന്മാരെയും പൈലറ്റുമാരെയും അവരാക്കിയിരുന്നു. അടുത്തൊരു ഭാഗം പറഞ്ഞു ഗമാദ്യയിലെ പുരുഷന്മാർ എന്ന് പറഞ്ഞു. ഗമാദ്യയിലെ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത് ഗമാദ്യയിലെ പുരുഷന്മാരെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ധീരന്മാരായ പുരുഷന്മാരെന്ന അർത്ഥം. അക്ഷരാർത്ഥത്തിൽ ഒരു സിറിയയിൽ നിന്നുള്ളവരായിരിക്കാം. എന്നാൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പൊതുവായ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പദപ്രയോഗം എന്ന് പറയുന്നത് അക്കാവൽക്കാർ എന്നും യോദ്ധാക്കൾ എന്നും വീരന്മാരെന്നും നമുക്കതിനെ പറയാം. അങ്ങനെയെങ്കിൽ ഗമാദിലെ പുരുഷന്മാർ എന്ന് പറയുമ്പോൾ യോദ്ധാക്കൾ, അവർ വീരന്മാരായിരുന്നു, അവർ കാവൽക്കാരായി. എന്തിനാ ഭാഗം പറഞ്ഞു നിർത്തുന്നത്? അവർ നിന്റെ സൗന്ദര്യത്തെ മികച്ചതാക്കി എന്നാണ് ആ 17-ാമത്തെ വാക്യം പറഞ്ഞു നിർത്തുന്നത്. അങ്ങനെ എല്ലാറ്റിനും എന്ന് പറഞ്ഞാൽ നാം 4-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ ഒന്ന് നോക്കിയാൽ, സമയം കിട്ടുന്ന ഒന്നുകൂടെ വായിച്ചു നോക്കണം. അത് ഓരോരോ സാധനങ്ങൾ ഒരുമിച്ച് കൂടിച്ചേർത്ത് അത് സംയോജിപ്പിച്ചു വെക്കുമ്പോൾ അതിന് സംയോജനം, അതിന്റെ വർക്ക്, സോർ എന്ന് പറയുന്ന പട്ടണത്തിന്റെ ജിയോഗ്രഫിക്കൽ, അതിൻ്റെതായിരിക്കുന്ന ഫിനാൻസ്, അതിൻ്റെതായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ മെച്ചപ്പെട്ടതായി. സോർ നഗരം ശക്തമായിരുന്നു, മനോഹരമായിരുന്നു, നന്നായി ഓടുന്ന കപ്പലായിരുന്നു സോർ എന്ന് പറയുന്ന പട്ടണം. അല്ലാതെ 2 ദിവസം ഓടിയിട്ട് 3-ാം ദിവസം ഷെഡിനകത്ത് കയറുന്ന കപ്പലല്ലായിരുന്നു സോറിന്റെ. അത് ശക്തമായി ഓടത്തക്ക നിലയിലുള്ളതായ സകല ക്രമീകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കപ്പലിനോടുള്ള വിവരണത്തിൽ കപ്പൽ ഉപയോഗിച്ചിരിക്കുന്ന മനോഹരമാകുന്ന മെറ്റീരിയൽസ് ആണ്. അതിന് 11-ാമത്തെ വാക്യങ്ങൾ വായിച്ച് ഈ രാത്രി നമുക്ക് ഈ ഭാഗം നിർത്താം. 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. നിന്റെ സൈന്യത്തോടു കൂടെ ചുറ്റും നിന്റെ മതിലുകളിന്മേലും ഗമാദ്യർ നിന്റെ ഗോപുരങ്ങളിലും ഉണ്ടായിരുന്നു. അവർ നിന്റെ മതിലുകളിന്മേൽ ചുറ്റും പരിച തൂക്കി നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കി. 11 അതിലെ 10-ാം വാക്യം ചേർത്ത് വായിച്ചു. പാർസികളും ലൂദ്യരും പൂത്യരും യോദ്ധാക്കളായി നിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അവർ പരിചയും തലക്കോരികയും നിന്നിൽ തൂക്കി നിനക്ക് ഭംഗി പിടിപ്പിച്ചു.
അർവോദ്യർ നിന്റെ സൈന്യത്തോടു കൂടെ ചുറ്റും നിന്റെ മതിലുകളിന്മേലും ഗമാദ്യർ നിന്റെ ഗോപുരങ്ങളിലും ഉണ്ടായിരുന്നു. അവർ നിന്റെ മതിലുകളിന്മേൽ ചുറ്റും പരിച തൂക്കി നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കി. ഓക്കെ, അവിടെ വായിക്കുന്ന കപ്പലിനോടുള്ള അതിന്റെ പണി, അതിനുപയോഗിച്ച മനോഹര വസ്തുക്കൾ, അവയുടെ ഗുണനിലവാരത്തെ കാണിക്കുന്നതാണ്. അപ്പൊ അതിന്റെ മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്നുമാണ് അവർ ആളുകളെ എടുത്തു ആ നിലയിലേക്ക് നീങ്ങുന്ന നല്ലൊരു സോൺ. ദൈവം ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത ആഴ്ച എടുത്തോളാം. ഞാൻ ഈ ഭാഗം പറഞ്ഞു നിർത്താം. അപ്പൊ സോർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു കൊച്ചു പട്ടണമല്ല. അതിന് വൈവിധ്യമാർന്ന കഴിവുള്ള യോദ്ധാക്കൾ, അതിന്റെ കാവൽക്കാർ, അതിന്റെ സൈനികക്കാർ, അതിന്റെ നാവികസേന, അതിന്റെ ഭരണാധികാരികൾ, അതിന്റെ വ്യാപാരം, അതിന്റെ ഭരണാധികാരികൾ, പൈലറ്റ്, ക്യാപ്റ്റൻ, എല്ലാ നിലകളിലും മികച്ചതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ 4-ാമത്തെ വാക്യം മുതൽ ഭാഗം അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, പറഞ്ഞ് ഈ രാത്രി നിർത്തും. നോക്കട്ടെ, എത്ര സുരക്ഷിതമാകുന്ന ഒരു രാജ്യം, എത്ര നല്ല നിലയിൽ പൊയ്ക്കൊണ്ടിരുന്ന രാജ്യം, ആർക്കും പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യുവാൻ കഴിയാത്ത ഒരു പട്ടണം, പണത്തിന് പണം, സൗന്ദര്യത്തിന് സൗന്ദര്യം, എല്ലാ നിലകളിലും മികച്ചതിന്റെ മേൽ ദൈവിക ന്യായവിധിയുടെ മുൻപിൽ ആ പട്ടണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ദൈവിക ന്യായവിധിയുടെ മുൻപിൽ സോർ എന്ന് പറഞ്ഞ പട്ടണത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അതിനെ ആഴക്കടലിൽ കൊണ്ടുപോകുന്നു. അതിന്മേലുണ്ടായ കിഴക്കൻ കാറ്റിന്റെ മുൻപിൽ സോറിന്റെ സൈന്യത്തിനോ, സോറിന്റെ ധനത്തിനോ, സോറിന്റെ നൈപുണ്യമുള്ള യോദ്ധാക്കൾക്കോ, ബുദ്ധിമാന്മാരായിരിക്കുന്ന ക്യാപ്റ്റനോ പൈലറ്റിനോ അതിനെ നിയന്ത്രിക്കാൻ കഴിവില്ലാതെ അത് ഉടഞ്ഞുപോയി. ഇന്ന് രാത്രി ദൈവമക്കൾ ഓർക്കേണ്ട വസ്തുത, ദൈവിക ന്യായവിധിയുടെ മുൻപിൽ ആർക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ദൈവം ഇന്ത്യയെ ദൈവം ഉണ്ടെങ്കിൽ കാണിക്ക എന്ന് പറയുന്ന വ്യക്തികളോട് ഞാൻ ഈ വാക്യത്തിന് അടിസ്ഥാനം പറയട്ടെ, ദൈവം നിന്റെ മുമ്പിൽ വെളിപ്പെട്ടാൽ നിനക്ക് നിൽക്കാൻ കഴിവില്ലാതെ പോകും. ഒരിക്കൽ മോശെ അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഞാൻ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടാൽ നീ നിന്നെ കാണുകയില്ല. ആ ദൈവത്തിന്റെ ഒരു ചെറിയ പ്രവർത്തനത്തിന്റെ മുൻപിൽ സോർ പട്ടണം ഈ നിലയിൽ തകർന്നു പോയെങ്കിൽ, ദൈവം ഉണ്ടെങ്കിൽ വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞ് ദൈവം വെളിപ്പെട്ട് വന്നാൽ ഈ വെല്ലുവിളിക്കുന്നവന് നിൽക്കാൻ കഴിയാത്ത നിലയിൽ ആടി ഉലയും. അതുകൊണ്ട് ഈ രാത്രി വചനത്തിൽ പറയുന്നു, ദൈവിക ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുവാൻ ഒരു മനുഷ്യനും ഒരു ശക്തിക്കും കഴിയത്തില്ല. അത്രമാത്രം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നീ നന്നായി മനസ്സിലാക്കേണ്ട ദൈവം എന്നുണ്ട് എന്നും ദൈവം ആരാണെന്നും നീ മനസ്സിലാക്കി ദൈവത്തിന് കൊടുക്കേണ്ടത് പ്രാധാന്യത ദൈവത്തിന് കൊടുത്ത്, ദൈവത്തിന് കൊടുക്കേണ്ടത് മഹത്വവും ആരാധനയും കൊടുത്ത് ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോയാൽ നിനക്ക് ജീവരക്ഷ പ്രാപിക്കാൻ കഴിയും. ഇല്ല എങ്കിൽ വെല്ലുവിളിക്കുന്ന സഹോദര, വെല്ലുവിളിക്കുന്ന സാമ്രാജ്യ ശക്തി, വെല്ലുവിളിക്കുന്ന സമൂഹമേ, നീ ദൈവത്തിന്റെ ന്യായത്തിന് മുമ്പിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അവിടെ രാത്രിയിൽ ഒരിക്കൽ കൂടെ ഈ വചനത്തിനുമായി ഓർപ്പിച്ചുണർത്തുന്നു, ഞെളിയാതെ ഭയപ്പെടുക, നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുക്കുക. ആകയാൽ ദൈവത്തിൽ ഭക്തിയുള്ളവരായി, ദൈവത്തിൽ താഴ്മയുള്ളവരായി, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.